നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാം വാർഷികാഘോഷം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് മന്ത്രി V അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഉൾനാടൻ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നടത്തറ കൈനൂർ ചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. യൂത്ത് കോൺഗ്രസ് കളക്ടർക്ക് നിവേദനം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാം വാർഷികാഘോഷം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്തിന്റെ AM പരമൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ദിവ്യ S അയ്യർ IAS ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അഭിലാഷ്, EN സീതാലക്ഷ്മി, ജിയ ഗിഫ്റ്റൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TK അമൽറാം, ഐശ്വര്യ ലിൻഡോ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ, വൈസ് ചെയർപേഴ്സൺ ശാലിനി സുനിൽ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മികച്ച കുടുംബശ്രീ ADS പാചക മത്സര വിജയികൾ, ബഡ്സ് തില്ലാന ഒളിമ്പിയ വിജയികൾ, അരങ്ങ് മത്സര വിജയികൾ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. നമ്മുടെ സാംസ്കാരിക ജീവിത വഴിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ കലാരംഗം എന്ന് മാത്രമായിട്ട് പറയുന്ന സാംസ്കാരിക ജീവിത വഴി എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും അതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു പക്ഷേ ഏറ്റവും അധികം നമുക്ക് കേരള സ്ത്രീയുടെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഒന്ന് നോക്കിയാൽ മതിയെന്ന് പറയുന്നത് യാതൊരു അതിശയോക്തിയില്ല. അത് നിങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും ഇങ്ങനെ ഒരു പതക്കം പോലെ അണിഞ്ഞു നടക്കാൻ ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമാണ്. അത് എലശ്ശേരി വകുപ്പിൽ കുറച്ചേറെ എഴുന്നിട്ടുള്ളത് കൊണ്ടും ഇടയ്ക്ക് ഒരു ഹ്രസ്വകാല കുടുംബശ്രീയുടെ ഡയറക്ടറായിട്ട് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ഡയറക്ടറായിട്ട് 3 വർഷം സംസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കുടുംബശ്രീയിലെ അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് മന്ത്രി V അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. രാജ്യത്തിന് അഭിമാനമായി മാറുകയാണ് ലാലൂരിലെ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് കായിക വഖഫ് ഹജ്ജ് കാര്യനിർവഹണ മന്ത്രി V അബ്ദുറഹ്മാൻ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിൽ ലാലൂർ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കൂടുതൽ സംഭാവന നൽകാൻ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് സാധിക്കും. 9 വർഷ കാലയളവിൽ കായിക മേഖലയിൽ 3400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കി. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള ലാലൂർ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കൂടുതൽ സംഭാവന നൽകാൻ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന് സാധിക്കും. 9 വർഷ കാലയളവിൽ കായിക മേഖലയിൽ 3400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. എല്ലാ ജില്ലകളിലും കായിക താരങ്ങളുടെ നാമധേയത്തിൽ സ്പോർട്സ് കോംപ്ലക്സുകളുടെ നിർമ്മാണം സർക്കാർ തുടക്കം കുറിച്ചു. കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സർട്ടിഫിക്കേഷൻ, സ്പോർട്സ് ഇക്കോണമി, സ്പോർട്സ് ലീഗ്, കോളേജ് ലീഗ് തുടങ്ങിയവ സംഭാവന ചെയ്തു. അക്വാട്ടിക് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജനും പവലിയൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവും നിർവഹിച്ചു. ടെന്നീസ് കോർട്ടിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLAയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് P ബാലചന്ദ്രൻ MLAയും ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ IM വിജയൻ കായിക മന്ത്രിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. കായിക പ്രതിഭകളെ മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ആദരിച്ചു. ലാലൂർ സമരഭടന്മാരെ AC മൊയ്തീൻ MLA ആദരിച്ചു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംസ്ഥാന കായിക വകുപ്പും സംയുക്തമായാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കായിക സമുച്ചയം യാഥാർത്ഥ്യമാക്കിയത്. കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള 14 ഏക്കർ സ്ഥലത്ത്
കേരള സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടന്നത്. 70.56 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് കിഫ്ബി 56.01 കോടി രൂപ അനുവദിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള കായിക സൗകര്യങ്ങൾ ഒന്നാം ഘട്ടത്തിൽ ലാലൂരിൽ ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം 5000 പേരെ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ്. 30 കോടി രൂപ ചേർത്ത് 100 കോടിയുടെ ഏറ്റവും ബൃഹത്തായ ഒരു കോംപ്ലക്സ് ആണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത്. കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, കായിക പരിശീലകരെ സംബന്ധിച്ചിടത്തോളം, കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഫെസിലിറ്റീസ്, ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് കായിക വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 369 ചെറുതും വലുതുമായിട്ടുള്ള കളിക്കളങ്ങളുടെ നിർമ്മാണം, സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം ഉണ്ടാവണമെന്നുള്ള നിർബന്ധം ഈ സർക്കാരിന് 1035 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വന്തമായി സ്റ്റേഡിയമോ കളിക്കളമോ ഉണ്ടാവണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ 169 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 200ഓളം കളിക്കളങ്ങൾ കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാ നഗരസഭകളിലും സ്വന്തമായി സ്റ്റേഡിയമുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ഈ മോഡലാണ് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സംസ്ഥാന കായിക മേഖലയിൽ തന്നെ വ്യത്യസ്തങ്ങളായുള്ള നിരവധി പദ്ധതികൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് പോളിസി ഉണ്ടാക്കിയ സംസ്ഥാനം നമ്മളാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പോലും പുതിയ പോളിസിക്ക് ഫ്രെയിം വർക്ക് നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് ആദ്യമായി ഈ സർട്ടിഫിക്കേഷൻ സംവിധാനം കേരളത്തിലാണ് നമ്മൾ ആദ്യമായി കൊണ്ടുവന്നത്. അത് ഇത്രയധികം മാനത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ആ കുറേ പേര് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വരുന്നു പറയുമ്പോൾ എന്നെ സംബന്ധിച്ചും എൻ്റെ വീട്ടുകാരനെ സംബന്ധിച്ചും എൻ്റെ നാട്ടുകാരനെ സംബന്ധിച്ചും വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞങ്ങൾക്ക് സ്പോർട്സുകാർക്ക് ഏറ്റവും വലിയ ഒരു പ്രൗഡ്, അല്ലെങ്കിൽ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അംഗീകാരം തരുമ്പോഴാണ് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത്. അതാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഓരോ ഗ്രൗണ്ട്, അതങ്ങനെയല്ല, അത് ഫുട്ബോൾ പ്ലെയറാണോ അങ്ങനെയല്ല, എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഓരോ ഗ്രൗണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും വരാണ്. അത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം അതിദാരിദ്ര്യം കാണണമെങ്കിൽ മുഖ്യമന്ത്രി ഇടമലക്കുടിയിലേക്ക് യാത്ര നടത്തണം. അത് സാധിക്കുമോ എന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. ദാരിദ്ര്യമില്ലെന്ന് കാണിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകുന്നു. ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ മുഖ്യമന്ത്രിയെ ശപിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിലൂടെ എത്ര കോടി സമ്പാദിച്ചാലും അനിൽ അംബാനിയെ പോലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നെഞ്ചുപൊട്ടി കരയേണ്ടി വരുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാടിന്റെ കോളനി പ്രദേശങ്ങളിൽ പോകാൻ സാധിച്ചു. അട്ടപ്പാടിയിൽ സന്ദർശനം നടത്താനായി തൊടുപുഴയിലും ഇടുക്കിയിലെ ഇടമലക്കുടിയിലും യാത്ര ചെയ്യാൻ സാധിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ST മേഖലകളിൽ വ്യാപകമായി വേദനിക്കപ്പെടുന്ന ആളുകളെ നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ST മോർച്ചയുടെ പ്രഭാരിയായിട്ടുള്ള ഒരു ചുമതലയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വഹിച്ചു വരുന്നത്. ഏറ്റവും വേദനിക്കപ്പെടുന്ന, അവശത അനുഭവിക്കപ്പെടുന്ന ആളുകൾ ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് കയറിക്കിടക്കാൻ ഒരു കൂരയോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഇല്ലാതെ, കുടിവെള്ളം പോലും കിട്ടാൻ എത്രയോ വാരകൾ അകലെ പോകേണ്ട ഒരു സാഹചര്യമുള്ള നാടായി ഇന്നും കേരളം നിലനിൽക്കുകയാണ്. എന്നാൽ
കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളം അതിദരിദ്രന്മാരില്ലാത്ത നാടായി മാറി എന്നാണ്. അതിനർത്ഥം കാസർഗോഡ് നിന്ന് ലിഫ്റ്റുള്ള വണ്ടിയിൽ തിരുവനന്തപുരത്തെത്തുകയും ഒരു പാവപ്പെട്ട ആദിവാസിയുടെയോ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെയോ SC സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെയോ വേദനിക്കപ്പെടുന്ന ഒരാളുടെ പോലും ചുമലിലൊന്ന് തൊടാതെ ആശ്വസിപ്പിക്കാതെ ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് പറയാതെ യാത്ര അവസാനിപ്പിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അതിദാരിദ്ര്യം കാണണമെങ്കിൽ ഇടമലക്കുടിയിലേക്ക് ഒരു യാത്ര നടത്താൻ പറ്റുമോ? അട്ടപ്പാടിയിൽ ഭക്ഷണം കിട്ടാതെ, അതായത് യാതൊരു പോഷകാഹാരവും കിട്ടാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു യാത്ര നടത്താൻ സാധിക്കുമോ? ഇതൊന്നും നടത്താൻ സാധിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വലിയ അവാർഡിന് അർഹനായിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തന്റെ നാട് അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാടാണ് എന്ന് പറയാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകുന്നത്. കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മച്ചാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും നടത്തി. മീറ്റ് ദ കളക്ടർ പരിപാടിയിൽ തന്നോടൊപ്പം സംവദിച്ച കുട്ടികൾക്കായി നൽകിയ വാഗ്ദാനം 10 സൈക്കിൾ മച്ചാട് സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്ത് കുട്ടികളുമായി മച്ചാട് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് പുന്നംപറമ്പ് ചുറ്റി തിരികെ സ്കൂൾ മുറ്റത്തേക്ക് സൈക്കിൾ സവാരി കൂടി ചെയ്ത് കളക്ടർ പരിപാടിയെ ഏറെ വർണ്ണാഭമാക്കി. പരിപാടിയുടെ ഭാഗമായുള്ള ചടങ്ങിൽ 2025-26 വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സംസ്ഥാനതല വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം കൂടി നിർവഹിച്ചു. പരിപാടിയിൽ ഉമാലക്ഷ്മി, വൈസ് പ്രസിഡന്റ് തെക്കുംകര പഞ്ചായത്ത്, വാർഡ് മെമ്പർ രാമചന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TN നജീബ്, വിദ്യാഭ്യാസ ഓഫീസർ രാധ T, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, പ്രധാന അധ്യാപിക ഷീന KK, പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ KN, സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ P ജോസഫ്, മിഥുൻ എന്നിവരും സംബന്ധിച്ചു. ഒരു അനുഭവം കൊടുക്കുക എന്നുള്ളതാണ് ആ പരിപാടിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ചേംബറിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ സീറ്റിങ്ങിൻ്റെ സൗകര്യം കുറവാണ്. ഇപ്പോൾ 20-25 സാധാരണ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നമ്പേഴ്സിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. വരുന്ന കുട്ടികൾക്ക് ഒരു 1-to-1 ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് ആ ഒരു പരിപാടി അങ്ങനെ നടത്തുന്നത്. പക്ഷേ മിക്കവാറും വരുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു സൈക്കിളും കുറച്ച് വേണമെന്നുള്ളത്. പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട റിക്വസ്റ്റുകളും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. മറ്റു പല കാര്യങ്ങളും സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിതിന് ചെറിയൊരു ഫണ്ട് കാണാൻ സാധിച്ചത്. നമുക്ക് ഒരു 10 സൈക്കിളാണ് തോന്നുന്നു, 10 സൈക്കിള് ഇന്ന് കൊടുക്കാനും സാധിച്ചത്. എന്തായാലും ഈ സ്കൂളിനെ കുറിച്ച് HM പറയുകയുണ്ടായി. ഒരുപാട് പഠിക്കാറുള്ള എല്ലാ മേഖലകളിലും നല്ല കഴിവ് തെളിയിച്ച കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത്. കലാമേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും സ്പോർട്സിൻ്റെ മേഖലയായാലും എല്ലാ മേഖലയിലും നല്ല ഒരു ഉറപ്പിച്ച ഒരു സ്കൂൾ, കുട്ടികൾ ഉള്ള ഒരു സ്കൂളാണ്. പിന്നെ നമ്മുടെ എല്ലാ NSS, SPC, NCC മേയർക്കു മറുപടിയുമായി TN പ്രതാപൻ. കഴിഞ്ഞ 5 വർഷം മേയറായി LDF കൊണ്ടു നടന്ന MK വർഗീസിന്റെ ചോറ് LDF-ലും കൂറ് BJP-യിലുമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നുവെന്ന് പ്രതാപൻ. 2019-24 കാലയളവിൽ MP ഫണ്ടിൽ നിന്ന് കോർപ്പറേഷനിലെ വിവിധ പദ്ധതികൾക്കായി 3,57,72,000 രൂപ ചിലവഴിച്ചു.
ഈ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങുകളിലെല്ലാം മേയർ ഉദ്ഘാടകനോ അധ്യക്ഷനോ ആയിരുന്നു. ഐ ലവ് തൃശൂരുമായി ബന്ധപ്പെട്ട് മേയറുടെ ചേംബറിലും കൗൺസിൽ ഹാളിലും പോയി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മേയർക്ക് ഓർമ്മക്കുറവുണ്ടോ എന്ന് വിദഗ്ധമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പ്രതാപൻ പറഞ്ഞു. ഒരു യഥാർത്ഥ കോൺഗ്രസുകാരനും പാർട്ടി വിട്ട് BJPയിലേക്ക് പോകില്ലെന്നും ഭാഗ്യാന്വേഷകർ പോകുമെന്നും അത് കോൺഗ്രസിനെ ബാധിക്കില്ലെന്നും ഈ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ കോൺഗ്രസ് മേയർ അധികാരത്തിൽ വരുമെന്നും പ്രതാപൻ പറഞ്ഞു. കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചത് TN പ്രതാപൻ MP ആയിരുന്ന കാലത്താണെന്നും BJPയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പഴയ MP ഫണ്ട് തന്നില്ലെന്ന് പറയുന്നതെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയേൽ, A പ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മേയറായിരുന്ന MK വർഗീസ് ചോറ് LDFന്റെ കൂടാരത്തിലും കൂറ് BJPയുടെ കൊട്ടാരത്തിലുമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. BJPയുടെ ജില്ലാ കമ്മിറ്റി പോലും ഇന്ന് മേയറോട് നന്ദി പറഞ്ഞുകൊണ്ട് മേയറെ BJPയിലേക്ക് പ്രത്യേകം ക്ഷണിക്കേണ്ടായി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJP സ്ഥാനാർത്ഥിയെ പുകഴ്ത്തുകയും BJP സ്ഥാനാർത്ഥിയാണ് MP ആവാൻ യോഗ്യനെന്ന് പറയുകയും അതിനടിസ്ഥാനത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയും CPയുടെ ജില്ലാ കമ്മിറ്റിയും ശക്തമായ പ്രതിഷേധ വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ട് പോലും പിന്നീട് മേയർ അതിൽ നിന്ന് പിന്നോട്ട് പോയില്ലെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും മേയർ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പറഞ്ഞു വിട്ടത് CPIMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ്. CPMും BJPയും തമ്മിൽ തൃശ്ശൂരുണ്ടാക്കിയ അന്തർധാരയുടെ ഭാഗമാണ് മേയറെ BJP പക്ഷത്തേക്ക് വളരെ നേരത്തെ തന്നെ അയച്ചത്. കോർപ്പറേഷൻ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു മേയർക്കെതിരെ. ആ വിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അന്ന് BJP അവിശ്വാസ പ്രമേയ സന്ദർഭത്തിൽ കൗൺസിലിൽ ഹാജരായില്ല. ആ ഹാജരാവാതിരിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെടുത്തി BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ അതിൽ പങ്കാളിയാക്കി അവസാന നിമിഷത്തിലാണ് BJP കോർപ്പറേഷന്റെ അവിശ്വാസ ചർച്ചയിൽ നിന്ന് പോലും മാറുന്നത്. അല്ലെങ്കിൽ അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കാമായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്തിട്ട് വേണമെങ്കിൽ അവിശ്വാസ മധ്യസ്ഥ ഇടപെടലും അതിന് കൂട്ടത്തിൽ ഒരു കണ്ണിയായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരം ജില്ലയിലെ ഉൾനാടൻ പൊതുജലാശയങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപിക്കലിന്റെ ഭാഗമായി നടത്തറ പഞ്ചായത്തിലെ കയനൂർ ചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി ജില്ലാ പഞ്ചായത്ത് PG ഡിവിഷൻ മെമ്പർ KV സജു ഉദ്ഘാടനം ചെയ്തു. കയനൂർ ചിറ പരിസരത്ത് നടത്തിയ ചടങ്ങിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമൽറാം, പഞ്ചായത്ത് അംഗങ്ങളായ KJ ജയൻ, PB സുരേന്ദ്രൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മനോജ് CK, എന്യൂമറേറ്റർ കൃഷ്ണ പങ്കജ്, ഫിഷറീസ് കോർഡിനേറ്റർ സിന്ധു, അക്വാകൾച്ചർ പ്രൊമോട്ടർ പ്രദീപ്, മത്സ്യ കർഷകർ എന്നിവർ പങ്കെടുത്തു. തെക്കുംകര പഞ്ചായത്തിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. യൂത്ത് കോൺഗ്രസ് കളക്ടർക്ക് നിവേദനം നൽകുന്നു. തെക്കുംകര പഞ്ചായത്തിൽ ഭൂരിഭാഗം വാർഡുകളിലും നായശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന വഴികളിൽ ഏറെയും ഇവ കുട്ടികളെ ഉപദ്രവിക്കുന്നു. നിരവധി പേരെ തെരുവുനായ കടിച്ചു പരുക്കുപറ്റി. ഇത്ര കാലമായിട്ടും ഉചിതമായ നടപടി പഞ്ചായത്ത് ഭരണസമിതി എടുക്കാത്തതിൽ ഈ നടപടി തെറ്റാണെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്.
പണി പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് അനുവദിക്കരുതെന്ന് കളക്ടർ ചെയർമാനായ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതായി DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ടോൾ പിരിവ്, ടോൾ നിരക്ക് വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെട്ട ഹർജി കേരള ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ ബോധിപ്പിക്കാമെന്ന് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയത്. ടോൾ പിരിവ് ആരംഭിച്ച് 2 ആഴ്ച കഴിഞ്ഞാണ് ഹർജി. ഈ പണി പൂർത്തീകരിക്കാതെ സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ പരിഹാരങ്ങൾ നടപ്പിലാക്കാതെ ടോൾ പിരിവും വർധനവും പാടില്ലെന്ന ആവശ്യം ഉന്നയിച്ചു. സുഗമമായ യാത്ര സാധിക്കാത്തിടത്തോളം ടോൾ പിരിക്കാൻ NHAIക്ക് അർഹതയില്ലെന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ കളക്ടർ ചെയർമാനായ കമ്മിറ്റിയോടാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസ് ഡിസംബർ 3 മാറ്റിയെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം.
യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. ഇ.പി. ജയരാജന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് യഥാർത്ഥത്തിൽ പേരിടേണ്ടിയിരുന്നത് എന്ന് ബി.ജെ.പി. നേതാവ് ശോഭ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയാണ് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ എന്തിനാണ് പുറത്താക്കിയതെന്ന് ശോഭ സുരേന്ദ്രൻ ചോദിച്ചു. എന്റെ പത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം. തൊട്ടടുത്ത മുറിയിൽ സഖാവ് ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. അത് ഓർമ്മയുള്ളവര് അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എന്റെ പത്രസമ്മേളനം, പഴയ പത്രസമ്മേളനം കിട്ടും. ഞാൻ വിവരാവകാശം എടുത്തു. ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത്, അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ്. രേഖകൾ ഞാൻ തരാം. അത് എന്റെ റൂം. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ മന്ത്രി രാധാകൃഷ്ണന്റെ റൂം, തൊട്ടടുത്ത് ഇ.പി. ജയരാജന്റെ മുറി. ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ. ഞാൻ എന്റെ ജീവിതത്തിൽ 3 തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത്. 1 ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ, 2 ബഹുമാനപ്പെട്ട മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ, 3 സഖാവ് ഇ.പി. ജയരാജനെ കാണാൻ. ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല. അവിടുത്തെ CCTV ക്യാമറകൾക്ക് എന്ത് പറ്റി? ഞാൻ ലെഡ്ജറിൽ ഒപ്പുവെച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട്. ആ ലെഡ്ജർ ബുക്ക് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഹാജരാക്കട്ടെ. അപ്പൊ ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. എനിക്ക് ഇങ്ങനെ കാപട്യമുള്ള, കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല എന്റെ ശബ്ദം എന്ന് പോലും കരുതുന്ന ഒരാളാണ്. പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. PV നാരായണസ്വാമി മികച്ച ജനപ്രതിനിധിയും വടക്കാഞ്ചേരിയുടെ വികസന സ്വപ്നങ്ങളുടെ ശില്പിയുമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. അന്തരിച്ച മുൻ പഞ്ചായത്ത് അംഗവും മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന PV നാരായണസ്വാമിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദേവ്, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ, പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ, MR സോമനാരായണൻ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, ജോണി ചിറ്റിലപ്പിള്ളി, DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, CA ശങ്കരൻകുട്ടി, SAA ആസാദ്, അജിത് കുമാർ മല്ലയ്യ, NA സാബു, സിന്ധു സുബ്രഹ്മണ്യൻ, VV ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് TS മായാദാസ്, KP തോമസ് മാസ്റ്റർ, ഉദയൻ കളരിക്കൽ, MU കബീർ എന്നിവർ പ്രസംഗിച്ചു. ഒരു കേന്ദ്രമാണ്. എല്ലാവർക്കും വിശ്രമിക്കാനും എല്ലാവർക്കും ചർച്ച ചെയ്യാനും എല്ലാവരുമായി സംവദിക്കുന്നതിനും വേണ്ടിയുള്ളൊരു കേന്ദ്രം. 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നത്. ഒന്നത് ദേവസ്വേട്ടൻ മരിക്കുന്നവരെ റീഗൽ ഹോട്ടലായിരുന്നു. റീഗൽ ഹോട്ടലിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ദേവസ്വേട്ടനായിട്ട് നല്ല സ്വീകാര്യതയാണ്. വടക്കാഞ്ചേരിയിലെ എല്ലാ വിഷയങ്ങളും ദേവസ്വേട്ടനുമായിട്ട് ചർച്ച ചെയ്യും. അതുപോലെ തന്നെയാണ് മദ്രാസ് ഹോട്ടലിൻ്റെ ഒരു മൂല. മദ്രാസ് ഹോട്ടലിൻ്റെ ഒരു മൂലയിൽ നമ്മുടെ നാണാവുവിന് ക്യാഷും നല്ല വിഷയം. അദ്ദേഹം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തെക്ക് വടക്ക് മൂലയിലിരുന്ന് നാടിൻ്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും മദ്രാസ് ഹോട്ടലിൻ്റെ മൂലയിലെ ചർച്ചയുടെ ഭാഗമായി ഉത്ഭവിച്ച കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായും നമ്മുടെ ഉത്രാളിക്കാവിൻ്റെ പൂരത്തിൻ്റെ കാലഘട്ടമായാൽ ഒരു 10-20 വർഷമായിട്ട് വലിയ ടെൻഷനാണ്. ടെൻഷനുള്ള കാരണം ഉത്രാളിക്കാവിൻ്റെ പൂരത്തിൻ്റെ വെടിക്കെട്ടാണ്. വെടിക്കെട്ട് എങ്ങനെ നടത്തും? വെടിക്കെട്ടിന് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചാലും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പോലീസിന്റെ മേൽനോട്ടം, പോലീസിന്റെ എൻക്വയറി, പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വെടിക്കെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
കണ്ണാറ ശ്രീ പരമേശ്വരി ഗ്രാമസേവാ സമിതിയുടെയും മണ്ണുത്തി ഡോക്ടർ ആശാമൃത കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 9 രാവിലെ 10 മണി മുതൽ 1 മണി വരെ കണ്ണാറ മാതൃസദനത്തിൽ വെച്ചാണ് ക്യാമ്പ്. ഇളങ്ങല്ലൂർ മന സദാനന്ദൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. RSS ജില്ലാ സേവാ പ്രമുഖ് M. സുധീർ സന്ദേശം നൽകും. മാതൃസദനം പ്രസിഡന്റ് സൂര്യകുമാർ അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 944 657 4542. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിലെ കേസിൽ ഹാജരാക്കി വരുമ്പോഴാണ് രക്ഷപ്പെടൽ. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. കവർച്ച, കൊലപാതക ശ്രമം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയാണ്. ശുചിമുറിയിലേക്ക് പോകുന്നതിനിടയിലാണ് രക്ഷപ്പെടൽ. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷിയുടെ സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും തെക്കുംകര പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നവംബർ 4-5 പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് കിസാൻ മേള നടക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ VC സജീന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം K. രാമചന്ദ്രൻ, കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ എന്നിവർ സംസാരിച്ചു. കുറേയധികം പേര് അതിലേക്ക് വരികയും അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഓരോ പദ്ധതി വയ്ക്കുമ്പോഴും തന്നെ നമുക്കറിയാം കർഷകരുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന്. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ തന്നെ കൃഷിക്കാരുടെ വിഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലുള്ള പഞ്ചായത്തായിട്ട് കൂടി എത്രത്തോളം നമുക്കതിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് പച്ചക്കറി നടുക, അത് നേട്ടം, നമ്മൾ ജൈവ കൃഷി എന്നുള്ളതൊക്കെ പറയുമ്പോൾ തന്നെ ആ ജൈവ കൃഷിയിലൂടെ നേടുന്ന സാധനങ്ങൾ നമുക്ക് ആരോഗ്യത്തിനും അതുപോലെ എല്ലാത്തിനും തന്നെ ഗുണമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ചെറിയ തോതിലെങ്കിലും രാസവളങ്ങൾ ചേർക്കാതെ ഇന്ന് എത്രത്തോളം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഒരു സംശയമുള്ള കാര്യം തന്നെയാണ്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വാർത്തകൾ തുടരുന്നു. മതിക്കുന്ന് ഗ്രാമീണ വായനശാല പൊന്നൂക്കരയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സും 2024-25 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെ അനുമോദനവും സംഘടിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, തൃക്കൂർ പഞ്ചായത്ത് മെമ്പർ മോഹനൻ തൊഴുക്കാട്ട്, തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് PV മോഹനൻ, നേതൃസമിതി കൺവീനർ KN ശിവൻ എന്നിവർ ആശംസകൾ അറിയിച്ചു.
അംബുജാക്ഷി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി അധ്യക്ഷനായി. സെക്രട്ടറി CD ആന്റോ സ്വാഗതം ആശംസിച്ചു. മൃദുല ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. ഹെൽത്ത് ഇക്കണോമിക്സിൽ കേരളത്തിലെ കാരുണ്യ ബലവൻ ഫണ്ട് പദ്ധതിയെ പ്രത്യേകമായി പരാമർശിച്ച് നൂതന ആരോഗ്യ സംരക്ഷണ വിതരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തി. കൊടൈക്കനാൽ മദർ തെരേസ വിമൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ നിംബിൾ വിവേക്, ഭർത്താവ് വിവേക് ജോസഫ്, എമി, എവിൻ എന്നിവർ മക്കളായുള്ള കുടുംബം. തൃശൂർ നടത്തറ സ്വദേശിയാണ്. താമസം ബാംഗ്ലൂരിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാം വാർഷികാഘോഷം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് മന്ത്രി V. അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഉൾനാടൻ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നടത്തറ കൈനൂർ ചിറയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. യൂത്ത് കോൺഗ്രസ് കളക്ടർക്ക് നിവേദനം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.